ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഫുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ്. പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എലീശ എന്ന് പറയുന്ന പ്രവാചകന്റെ ശിഷ്യനായിരുന്ന ഗേഹസി രാവിലെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, പട്ടണം മുഴുവൻ ഒരു കൂട്ടം പട്ടാളക്കാരെ കൊണ്ട് വളഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. രഥങ്ങളും കുതിരകളുമായിട്ട് ഒരു വലിയ സൈന്യം പട്ടാളക്കാര് എലീശ പ്രവാചകനെ പിടിക്കുവാനായിട്ട് പട്ടണത്തെ വളഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് എലീശ പ്രവാചകനെ വിളിക്കുന്നത്? സാധാരണ യുദ്ധം ചെയ്യുന്ന രാജാവിനോടല്ലേ. ഇസ്രായേൽ രാജാവിനോട് അരാം രാജാവിനാണ് യുദ്ധമുണ്ടായത്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ രാജാവിനോട് അരാം രാജാവ് എപ്പോഴൊക്കെ യുദ്ധം തുടങ്ങി ഇന്ന സ്ഥലത്തോട് നമ്മൾ അതിക്രമിച്ച് കയറണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ, അന്ന് എലീശ പ്രവാചകൻ ഇസ്രായേൽ രാജാവിനോട് പറയും, ഇന്ന ഭാഗത്ത് ക്ലോസ് ചെയ്തോണം, ആ ഭാഗത്തൂടെ ആരും ഇറങ്ങരുത് എന്ന് പറയും. അപ്പോൾ ഈ അരാം രാജാവിന് സംശയമായി, നമ്മുടെ ഇടയിൽ സംസാരിക്കുന്ന ഈ കാര്യം എങ്ങനെയാണ് അവിടെ അറിയുന്നത്, അവരെങ്ങനെ അതറിയുന്നു, ഇതിനകത്ത് ഒറ്റുകാരാരാണ് എന്ന് പട്ടാളക്കാരോട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇത് നമ്മളിൽ നിന്ന് ആരും ഒറ്റ കൊടുക്കുന്നതല്ല, അവിടെ ഒരു പ്രവാചകനുണ്ട്, എലീശ എന്ന് പറയുന്ന ഒരു ദീർഘദർശിയുണ്ട്, അവനാണ് ഈ കാര്യങ്ങളെല്ലാം രാജാവിനെ അതാത് സമയത്ത് അറിയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ അരാം രാജാവ് കൽപ്പന ഇട്ടു, ഉടനെ തന്നെ അവനെ പോയി പിടിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ അരാം സൈന്യം ഈ എലീശ പ്രവാചകനെ പിടിക്കുവാനായിട്ട് രാത്രി വന്ന് വളഞ്ഞു നിൽക്കുകയാണ്. രാവിലെ എലീശായുടെ ബാല്യക്കാരനായിരുന്ന ഗേഹസി കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു വലിയ സൈന്യം പട്ടാളക്കാരും പട്ടണം മുഴുവൻ ചുറ്റി വളഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഉടനെ ഈ ഭൃത്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ പ്രവാചകനോട്, അയ്യോ യജമാനനെ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ഒരു സൈന്യം വന്ന് വളഞ്ഞു നിൽക്കുകയാണ്. പ്രവാചകനാണ് ലക്ഷ്യം, പ്രവാചകനെ പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അവനാണല്ലോ ഒറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രവാചകനെ പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഉടനെ പ്രവാചകൻ പറയുന്ന വാക്യമാണ് നമ്മൾ 2 രാജാക്കന്മാർ 6:16, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവപൈതലിന്റെയും ഹൃദയദൃഷ്ടി പ്രകാശിച്ചതിന് ശേഷം അവന്റെ ആത്മീക കണ്ണുകൾ കൂടുതലായിട്ട് തുറക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. അവിടെ പ്രവാചകന്റെ ശിഷ്യനായിരുന്ന ഗേഹസിക്ക് കാര്യങ്ങളെ കാണുവാനായിട്ട് കഴിയുമായിരുന്നില്ല. എന്നാൽ എലീശയ്ക്ക് കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് കാണാം. എലീശ നോക്കുമ്പോൾ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് അവിടെ ഈ സൈന്യത്തെക്കാൾ ഒരു ബൃഹത്തായ സൈന്യം അവിടെ വന്ന് നിൽക്കുന്നത് എലീശയ്ക്ക് കാണാം, പക്ഷെ ഗേഹസിക്ക് കാണാനായിട്ട് പാടില്ല. ഉടനെ എലീശ ഗേഹസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. അഗ്നിമയ രഥങ്ങളെ കൊണ്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്ന, അവിടെ പറയാണ്, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവർ കണ്ടു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ രഥങ്ങൾ കൊണ്ട് മല നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ചുറ്റും ദൈവദൂതന്മാരുടെ കാവലുണ്ട്. നമ്മുടെ ആത്മീക കണ്ണുകൾ തുറക്കുമ്പോഴേ നമുക്കിത് കാണാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ ദൈവവചനത്തെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ദൂതന്മാര് നമുക്ക് എപ്പോഴും കാവലായിട്ടുണ്ട്. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവപൈതലിനും ദൈവമകനും ദൈവമകൾക്കും അവരുടെ സേവകാത്മാക്കളായിട്ട് ദൂതന്മാരെ കൂടെ ഉണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മളത് അറിയുന്നില്ല, കാണുന്നില്ല എന്നുള്ളതാണ്. നാം അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ദൂതനെ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് പറ്റും. എന്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും? ആ ദൂതനെ നമുക്കെതിരെ മന്ത്രവാദം ചെയ്യുന്ന ആളുകളുടെ അടുക്കലേക്ക്, നമുക്കെതിരെ ബില്ലിശൂന്യം, സേവനം, ഇങ്ങനെയൊക്കെയുള്ള പിശാചുമായിട്ട് ഉടമ്പടി ചെയ്ത് മന്ത്രവാദം അയക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് നമ്മൾക്ക് കമാൻഡ് ചെയ്ത് ഈ ദൂതനെ അയച്ച് അവിടെയുള്ള ബലിപീഠത്തെ തകർക്കുവാനായിട്ട് കഴിയും. അവിടെയുള്ള ബാലിന്റെ ബലിപീഠങ്ങളെ ദൂതനെ അയച്ച് തകർക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമുക്കതിനുള്ള ഒരു അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, അവർ എന്നെ പിടിക്കും, അവർ എന്നെ തല്ലും, അവർ എന്നെ കൊല്ലും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ അവിടെ പ്രസിദ്ധമായ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കള്ളനെ പിടിക്കുന്ന പോലെ രാത്രി വന്ന് കർത്താവിനെ വളഞ്ഞിട്ട് പിടിച്ച് അടിച്ച് മുറിവേൽപ്പിച്ച് അവന്റെ രക്തം മുഴുവൻ ഒഴുകി അവസാനം ക്രൂശിന്മേൽ കയറി കർത്താവ് യേശുക്രിസ്തു മരിച്ചു.
മരിച്ചു കഴിഞ്ഞപ്പോൾ അരിമത്യക്കാരനായ യോസെഫ് അത് ആ കല്ലറയുടെ കർത്താവായ അരിമത്യക്കാരനായ യോസെഫിന്റെ കല്ലറ എന്ന് പറയുന്ന അവിടെ അടുത്തുള്ളൊരു തോട്ടമാണ്. അതായത് യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ആ സ്ഥലത്തിന് അടുത്ത് തന്നെയുള്ള ഒരു തോട്ടത്തിൽ പുള്ളി പുതിയതായിട്ട് ഈ യോസെഫ് എന്ന് പറയുന്ന ധനികൻ പുതിയതായിട്ട് വെട്ടിച്ചൊരു കല്ലറ ഉണ്ടായിരുന്നു. ആ കല്ലറയിൽ തന്നെ യേശുവിനെ അടക്കം ചെയ്യാനായിട്ട് പിലാത്തോസിനോട് ചെന്ന് അനുവാദം ചോദിച്ചു. കർത്താവിന്റെ ശരീരം ഞാൻ ഇറക്കി അടക്കം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ പിലാത്തോസ് ആശ്ചര്യപ്പെട്ടു, ഇത്ര പെട്ടെന്ന് മരിച്ചോ? അവൻ ഉടനെ തന്നെ ശതാധിപനെ വിളിച്ചു. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേർക്ക് അധിപനായിട്ടുള്ള പട്ടാളക്കാരന്റെ തലവനെ വിളിച്ചിട്ട് പറഞ്ഞു, യേശു മരിച്ചോ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക, അതിനുശേഷം ആ ബോഡി അവർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ പീലാത്തോസിന്റെ കൽപ്പന പ്രകാരം യേശു കർത്താവിനെ അരിമത്യക്കാരനായ യോസെഫും നിക്കോദമോസും ചേർന്ന് അവര് സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം വെച്ച് യഹൂദന്മാരുടെ ശവമടക്ക പ്രകാരം കൃത്യമായിട്ട് അതൊക്കെ ചെയ്ത് ആ കല്ലറയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു. ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചു. ഈ വലിയ കല്ല് ഉരുട്ടി വെച്ചത് പട്ടാളക്കാരാണോ ഇവരാണോ എന്ന് നമുക്കറിയില്ല. ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചു. ഇത് അവിടെ അടച്ചു. അവിടുന്ന് പോയി. ശിഷ്യന്മാരൊക്കെ പേടിച്ചിട്ട് മാറി നിൽക്കുക. ഒറ്റ ശിഷ്യന്മാരെ പരിസരത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യഹൂദന്മാർക്ക് ഒരു തോന്നലുണ്ടാകുന്നത്, അയ്യോ ഇവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ ഇവന്റെ ബോഡി, ഇവന്റെ ശവശരീരം ആരെങ്കിലും കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ അപമാനവും പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കാനായിട്ട് അവര് പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് അനുവാദം ചോദിച്ചു. അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കല്ലറ ഉറപ്പാക്കണമെന്നത്. അപ്പോൾ പീലാത്തോസ് പറയുന്ന ഒരു വാക്കുണ്ട്, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 65-ാമത്തെ വാക്യത്തിൽ പീലാത്തോസ് പറയാണ്, നിങ്ങളാൽ ആവോളം ഉറപ്പാക്കിക്കോ. ഞാനാണ് അനുമതി തരുന്നത്, ഞാനാണ് ഈ റോമൻ രാജ്യത്തിന്റെ പരമോന്നത ഭരണാധികാരി, ഞാൻ നിങ്ങൾക്ക് അനുവാദം തരികയാണ്, നിങ്ങളാൽ ആവോളം നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളാനായിട്ട്. ഇഷ്ടം പോലെ പട്ടാളക്കാരെല്ലാം കൊണ്ടുവന്ന് കാവൽ നിർത്തി 3 രാവും 3 പകലും കാവൽ നിൽക്കത്തക്ക രീതിയിൽ ഏർപ്പാടെല്ലാം ചെയ്തു. തന്നെയല്ല, ആ കല്ല് ഉരുട്ടി വെച്ച് അതിന്മേൽ റോമൻ ഗവൺമെന്റ് സീല് വെച്ചു. ആർക്കും തുറക്കാൻ കഴിയാത്ത രീതിയിൽ സീല് വെച്ചു. പിറ്റേന്ന് ശബത്ത് കഴിഞ്ഞ് പിറ്റേന്നാൾ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഞായറാഴ്ച ദിവസം രാവിലെ യേശു കർത്താവിന് കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം പുരട്ടുവാനായിട്ട് അതിനുവേണ്ടി മഗ്ദലനക്കാരത്തി മറിയയും അങ്ങനെ ആ സഹോദരിമാർ 2-3 പേര് കൂടി വരികയാണ്. അവരുടെ ഉള്ളിലൊരു സംശയമുണ്ട്, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ആ സ്ത്രീകൾ ബലഹീനരാണ്, അവർക്ക് എന്തായാലും പട്ടാളക്കാർ കല്ലുരുട്ടി മാറ്റി കൊടുക്കില്ല. പട്ടാളക്കാർ കാവൽ നിൽക്കുകയാണ്, കല്ല് മാറ്റാതിരിക്കാനായിട്ട് സീല് വെച്ച് കാവൽ നിൽക്കുകയാണ്. അങ്ങനെ ഇവര് അവിടെ വന്നു കഴിയുമ്പോൾ ഇവർ കാണുന്ന ഒരു കാഴ്ച, കല്ല് ഉരുട്ടി മാറ്റിയിട്ട് ആ കല്ലിന്റെ മുകളിൽ ഒരു ദൂതൻ കയറിയിരിക്കുന്നതാണ് ഇവർ കാണുന്നത്. അതിന്റെ 28-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി, കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നു. എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം, ഞാൻ ഇന്ന് രാവിലെ ബൈബിൾ വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദൂതൻ ഒരു പക്ഷെ കാലും കയറ്റി വെച്ചിട്ട് ഇത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരു പക്ഷെ ആ കല്ലിന്റെ മുകളിൽ കയറി ഇരിക്കുകയായിരിക്കും. എത്ര ഭരണാധികാരികൾ, ഈ പ്രപഞ്ചത്തിലുള്ള ഏതെല്ലാം ഭരണാധികൾ ഒരുമിച്ച് കൂട്ടി സീൽ ചെയ്താലും ദൈവത്തിന്റെ ഒരു ദൂതം മതി വന്ന് ഇതൊക്കെ തകർത്ത് തരിപ്പണമാക്കി അതിന്റെ പൂട്ട് തുറക്കുവാനായിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, എബ്രായ ലേഖനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, രക്ഷ പ്രാപിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ് ദൂതന്മാർ. നമ്മളെയാണ് കർത്താവ് രക്ഷിച്ചത്. വീണുപോയ ദൂതന്മാർക്ക് പോലും ഒരു അവസരം കൊടുത്തില്ല. എന്നാൽ വീണുപോയ മനുഷ്യനെ തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം കർത്താവിന് നമ്മളോട് കൃപ തോന്നി. അവൻ നമ്മളെ രക്ഷിച്ചു. അവൻ വഴിയിലിട്ട് കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടം പിടിച്ച സാഹചര്യങ്ങളിൽ നമ്മളെ ഞെരുക്കുന്ന, ഒതുക്കുന്ന, നമ്മളെ പുറത്തേക്ക് ഇറക്കാൻ കഴിയാതെ വിധം വരിഞ്ഞു മുറുക്കുന്ന പൈശാചിക ബന്ധനങ്ങളുടെ നടുവിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗവൺമെന്റ് കോട്ടകളുടെ നടുവിൽ, അതിൽ നിന്ന് നമ്മളെ വെളിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തിന്റെ ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. നമുക്കായിട്ട് നിയോഗിക്കപ്പെട്ട ദൂതൻ പാളയമിറങ്ങി നമ്മെ വിടുവിക്കുന്ന ദൂതനാണ്. നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ആത്മീക കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നാം പോകുമ്പോഴും വരുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം നമുക്ക് ചുറ്റും ദൂതന്മാരുണ്ട്, നമുക്ക് കാവലായിട്ട് അവരുണ്ട്. ദൈവം സേവകാത്മാക്കളായിട്ട് നിയോഗിക്കപ്പെട്ട് തന്നിരിക്കുന്ന ഓരോ ദൈവത്തിലും നമ്മൾ വില കൊടുത്ത് വാങ്ങിയതാ. സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മളെ കൈവിട്ട് കളയുമോ? അതുകൊണ്ട് എലീശാ പ്രവാചകൻ ഗേഹസിയോട് പറയാണ്, പേടിക്കേണ്ട, നിന്റെ ചുറ്റും 1000 കോട്ടകൾ വന്ന് നിന്നോട്ടെ, പക്ഷേ നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ ഒരു ദൂതൻ മതി. അവൻ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കാൻ തക്കവണ്ണം മതിയായവനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവമക്കളോട് ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, പേടിക്കേണ്ട. നിന്റെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ദൂതന്മാർ നിനക്ക് കാവലുണ്ട്.
നീ തിരിച്ചറിയുന്നല്ല എന്നുള്ളൂ. നീ രാത്രി ഉറങ്ങുമ്പോൾ നിന്നെ പിന്തുടർന്ന് വരുന്ന വല്ലമകളുടെ മേൽ, ശക്തികളുടെ മേൽ, നിന്നെ പിന്തുടർന്ന് വരുന്ന കെട്ട മനുഷ്യരുടെ മേൽ, ദോഷം നിരൂപിക്കുന്ന മനുഷ്യരുടെ മേൽ, അതൊക്കെ അവരെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ദൂതൻ സജീവമാണ്. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ കാവിക്കുറിയ കണ്ണുകൾ, നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ധൈര്യപ്പെടാം. നമുക്ക് ചുറ്റും ദൂതന്മാരുണ്ട്, നമുക്ക് സേവകാത്മാക്കളായിട്ട് ദൂതന്മാരുണ്ട്, നമ്മളെ നടത്തുന്ന ദൂതന്മാരുണ്ട്. അഗ്നിമയ രഥങ്ങളും കുതിരകളുമായിട്ട് ദൈവം നമ്മളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ചിറകിന്റെ മറവിൽ നാം സുരക്ഷിതരാണ്. അവന്റെ കൈകൊണ്ട് അവൻ നമ്മെ മറച്ചിരിക്കുകയാണ്. നമുക്ക് ഭയപ്പെടാനായിട്ട് ഒന്നുമില്ല. നമ്മുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ആ സാഹചര്യത്തിന് മധ്യേ നമ്മളെ ശുശ്രൂഷിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവത്തിൽ കാര്യങ്ങളെ ബലമേൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം കേട്ട മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവ്. ഞങ്ങൾക്കായിട്ട് നിയോഗിക്കപ്പെട്ട ദൈവദൂതന്മാരെ കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി അയച്ചിരിക്കുന്നതോർത്തും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. അങ്ങനെ ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. എലീശാ പ്രവാചകൻ ഗേഹസിയോട് പറഞ്ഞു, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാകുന്നു. ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലുണ്ട്. കർത്താവെ, ഞാനും ദൈവവും നിന്നാൽ, ഞാനും യേശുവും നിന്നാൽ ഞങ്ങൾ ഭൂരിപക്ഷമാണ്. ഈ ലോകം മുഴുവൻ ഞങ്ങൾക്കെതിരായിട്ട് നിന്നാലും യേശു ഞാനിവിടെ നിൽക്കുമ്പോൾ ഭൂരിപക്ഷമാണ്. ഈ ഒരു വെളിപ്പാട് നിന്റെ ജനത്തിന് മേൽ നീ അയക്കണമേ കർത്താവേ. അവർ ഭയപ്പെടാതിരിക്കുവാൻ, ധൈര്യത്തോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. വചനം കേട്ട ഓരോരുത്തരും അനുഗ്രഹിക്കും. വിശേഷമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ വിശേഷാൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വചനം കേൾക്കണമെന്നുള്ള ദാഹത്തോടു കൂടി അവർ അത് ചെയ്തിരിക്കുന്നു. അതിനാൽ അവരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാ അടിയങ്ങൾക്കും വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ